ലോകരാഷ്ട്രീയത്തിന്റെ ശ്രദ്ധ വീണ്ടും അമേരിക്കയിലേക്കാണ് തിരിഞ്ഞിരിക്കുന്നത്. 4 വർഷത്തിലേറെയായി ലോകത്തെ അസ്ഥിരതയിലാഴ്ത്തിയ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കുമെന്ന പ്രതീക്ഷ വീണ്ടും ഉയരുമ്പോൾ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്താൻ വൈറ്റ് ഹൌസിൽ എത്തുന്നത് ഒരു സാധാരണ നയതന്ത്ര സന്ദർശനമല്ല. യുദ്ധത്തിന്റെ ഭാവിയും യൂറോപ്പിന്റെ സുരക്ഷയും ആഗോള ശക്തികളുടെ സ്വാധീനവും നിർണ്ണയിക്കാൻ കഴിയുന്ന നിർണായക നിമിഷമായാണ് ഈ കൂടിക്കാഴ്ചയെ അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. യുദ്ധഭൂമിയിലെ ഏറ്റുമുട്ടലുകൾക്കൊപ്പം രാഷ്ട്രീയവും തന്ത്രവും ഒരുപോലെ നിർണായകമാകുന്ന ഘട്ടത്തിലാണ് ഈ സന്ദർശനം നടക്കുന്നത്. 2022 റഷ്യ ആരംഭിച്ച സമ്പൂർണ്ണ അധിനിവേശത്തിന് പിന്നാലെ യുദ്ധം കിഴക്കൻ യൂറോപ്പിന്റെ അതിർത്തികൾക്കപ്പുറം ലോക സമ്പദ് വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും ഭക്ഷ്യസുരക്ഷയെയും ആഗോള നയതന്ത്രത്തെയും വലിയ തോതിൽ സ്വാധീനിച്ചു. ആയിരക്കണക്കിന് സൈനികരും സാധാരണക്കാരും കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകൾ സ്വന്തം നാടുവിട്ട് അഭയാർത്ഥികളാകുകയും ചെയ്ത ഈ യുദ്ധം ഇന്നും വ്യക്തമായ ഒരു അവസാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇരു രാജ്യങ്ങളും ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും ശക്തമാകുമ്പോൾ യുദ്ധഭൂമിയിലെ വിജയത്തിനൊപ്പം ചർച്ചാമേശയിലെ മുൻതൂക്കവും ഒരുപോലെ പ്രധാനപ്പെട്ടതായി മാറിയിരിക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് സെലൻസ്കി അമേരിക്കയുടെ തുടർ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമവുമായി എത്തിയത്. കഴിഞ്ഞ വർഷങ്ങളിലുടനീളം അമേരിക്കയാണ് യുക്രൈനിന്റെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക രഹസ്യാന്വേഷണ പങ്കാളികളിൽ ഒരാൾ. എന്നാൽ അമേരിക്കയിലെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങളും വിദേശ നയത്തിലെ വ്യത്യസ്ത സമീപനങ്ങളും കാരണം ഈ പിന്തുണയുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനാൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ച യുക്രൈനിന് ഭാവിയിൽ ലഭിക്കാവുന്ന സഹായത്തിന്റെ ദിശ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള കൂടിക്കാഴ്ച സ്ഥിരീകരിച്ചിരുന്നു. യുക്രൈനിന്റെ ശക്തമായ പിന്തുണക്കാരായിരുന്ന അമേരിക്കൻ സെനറ്റർ ലിൻഡ്സേ ഗ്രഹാമിന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിനിടെയാണ് ഈ സന്ദർശനം നടക്കുന്നത്. അതോടൊപ്പം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെ പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കാനുള്ള ശ്രമവും ഈ സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി കാണപ്പെടുന്നു. സെലൻസ്കി തന്നെ ഈ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പിന്തുണ തുടരുമെന്നും യുദ്ധം ഒരു മാന്യമായ സമാധാനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോഴും യുക്രൈൻ തന്റെ പരമാധികാരത്തിലും ഭൂപ്രദേശിക അഖണ്ഡതയിലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ലെന്ന സന്ദേശവും അദ്ദേഹം ആവർത്തിച്ച് മുന്നോട്ട് വെക്കുകയാണ്. അതേസമയം ട്രംപ് അധികാരത്തിലെത്തിയതിനു ശേഷം യുക്രൈനിലുള്ള അമേരിക്കൻ സഹായ നയത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരിട്ടുള്ള ആയുധ വിതരണത്തിന് പകരം യൂറോപ്യൻ സഖ്യരാജ്യങ്ങൾ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങി യുക്രൈനിലേക്ക് കൈമാറുന്ന മാതൃകയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. എന്നിരുന്നാലും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കൽ, ഉപഗ്രഹ ആശയവിനിമയ സംവിധാനങ്ങളിലേക്കുള്ള പ്രവേശനം തുടങ്ങിയ മേഖലകളിൽ അമേരിക്കയുടെ പിന്തുണ തുടരുന്നുണ്ട്. യുദ്ധഭൂമിയിൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം പിന്തുണ യുക്രൈന് വലിയ സഹായമായാണ് കണക്കാക്കപ്പെടുന്നത്. ട്രംപും സെലൻസ്കിയും തമ്മിലുള്ള ബന്ധം എന്നും സുഗമമായിരുന്നില്ല. മുൻകാലങ്ങളിൽ ഇരുവരും തമ്മിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്യ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചില കൂടിക്കാഴ്ചകളിൽ ആവശ്യപ്പെട്ട ആയുധ സഹായം ലഭിക്കാതെ വന്നതും പരസ്പര ആരോപണങ്ങളും ഇരു രാജ്യങ്ങളുടെയും ബന്ധത്തെ ബാധിച്ചിരുന്നു. എന്നാൽ സമീപകാലത്ത് ഇരുവരുടെയും നിലപാടുകളിൽ ചില മൃദുലത പ്രകടമായതായി രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ച് തന്ത്രപരമായ സഹകരണത്തിനാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നതെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ റഷ്യയുടെ വ്യോമാക്രമണങ്ങൾ തുടരുന്നതിനാൽ യുക്രൈൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പാട്രിയറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ഈ കൂടിക്കാഴ്ചയിൽ ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതീക്ഷ. വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താതെ നഗരങ്ങളെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെയും സംരക്ഷിക്കുന്നത് കൂടുതൽ ദുഷ്കരമാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.